friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അര കിലോ കൂന്തൽ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കൂന്തലിന് കണവാന്ന തോന്നുന്നു പറയാ. ഞങ്ങളുടെ ഇവിടെ ഒക്കെ കൂന്തൽ എന്നാണ് പറയാ. അത് ഇതുപോലെ റിങ് പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ കണ്ടില്ലേ വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളത്. ഇതുപോലെ വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമുക്ക് കൂന്തൽ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ കൂന്തൽ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിലത്തെ വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂന്തൽ ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.